കാമധേനു സംഹാരരൂപമെടുത്തതിന് വിശ്വാമിത്രൻ രാജാവ് മഹർഷിയാവേണ്ടി വന്നതിന് പിന്നിലെ പുരാണകഥ. കന്നുകാലികളുടെ ആദിമാതാവാണ് നന്ദിനി എന്ന കാമധേനു. ദേവന്മാർക്കും മുനിമാർക്കും ആവശ്യം പോലെ പാൽ നൽകുന്ന കാമധേനു പല അത്ഭുത സിദ്ധികളും ശക്തികളുമുള്ള പശുവാണ്. കാമധേനുവിന് അത്ഭുത ശക്തികൾ സിദ്ധിച്ചത് എങ്ങനെയാണെന്നോ, കശ്യപ വംശത്തിൽ ജനിച്ച അവൾ കൈലാസത്തിൽ തപസ് ചെയ്തു. 1-2 കൊല്ലമായിരുന്നില്ല നന്ദിനിയുടെ തപസ്. 10,000 വർഷമാണ് അവൾ ബ്രഹ്മാവിനെ ധ്യാനിച്ച് തപസ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. വിശ്വാമിത്ര മഹർഷി പണ്ട് രാജാവായിരുന്നു. അന്ന് അദ്ദേഹം നായാട്ടിന് പോകാറുണ്ട്. അങ്ങനെ സഞ്ചരിച്ചൊരിക്കൽ വസിഷ്ഠന്റെ ആശ്രമം അദ്ദേഹം സന്ദർശിച്ചു. വസിഷ്ഠ മഹർഷി കാമധേനുവിന്റെ സഹായത്താൽ വിശ്വാമിത്ര രാജാവിനും പരിവാരങ്ങൾക്കും മൃഷ്ടാന്ന ഭോജനം നൽകി. കാമധേനുവിന്റെ സിദ്ധികൾ കണ്ട് വിശ്വാമിത്രൻ അതിനെ സ്വന്തമാക്കണമെന്ന മോഹമുദിച്ചു. വസിഷ്ഠൻ കാമധേനുവിനെ വിശ്വാമിത്രൻ കൊടുക്കാൻ തയ്യാറായില്ല. അനേക കോടി പശുക്കളെ പകരം നൽകാമെന്ന് പറഞ്ഞിട്ടും വസിഷ്ഠൻ കാമധേനുവിനെ കൈവിടാൻ മടി കാണിച്ചു. പക്ഷെ വിശ്വാമിത്ര മഹാരാജാവ് തന്റെ ആഗ്രഹം നിറവേറ്റാൻ തന്നെ നിശ്ചയിച്ചു. ബലം പ്രയോഗിച്ച് കാമധേനുവിനെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ഒരുങ്ങി. പെട്ടെന്ന് കാമധേനു വാലുയർത്തി. ആ സുരഭി ഒരു സംഹാര രൂപിണിയായി മാറി. അവരുടെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും ഭടന്മാർ പുറത്തു വന്നു. അവർ വിശ്വാമിത്രന്റെ യോദ്ധാക്കളോട് ഏറ്റുമുട്ടി. വിശ്വാമിത്രൻ അമ്പുകൾ അയച്ചു. അവയെല്ലാം വസിഷ്ഠൻ കൈകൊണ്ട് പിടിച്ചെടുത്തു. ബ്രഹ്മതേജോബലം അജയമാണെന്ന് വിശ്വാമിത്രൻ സമ്മതിച്ചു. ക്ഷത്രതേജസ്സിനേക്കാൾ ശക്തമായ ബ്രഹ്മതേജസ് നേടാൻ വിശ്വാമിത്രൻ ശ്രമം തുടങ്ങി. അദ്ദേഹം തപസ് ആരംഭിച്ചു. അന്നിന് വിശ്വാമിത്രൻ ഒരു മഹർഷിയായി. നന്ദിനി നിമിത്തമായിരുന്നു വിശ്വാമിത്ര മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയായി മാറിയത്.